ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. 50 രൂപയ്ക്ക് നേവിയുടെ ഒരു കിടിലൻ മ്യൂസിയം നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഉണ്ട്, നമ്മുടെ കൊച്ചിയിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാമല്ലേ, ബാ. അപ്പോൾ ഈ കാണുന്നത് ഫോർട്ട് കൊച്ചിയിലെ ഒരു സ്പെഷ്യൽ സ്പോട്ടാണ്, ഇന്ത്യൻ മാരിടൈം മ്യൂസിയം. ഹിസ്റ്ററി, നേവി, ഷിപ്സ്, ഇതെല്ലാം ഇഷ്ടമുള്ളവർക്ക് ഇതൊരു ഹിഡൻ ജെമ്മ് തന്നെയാണ്. ഈ കാണുന്നതൊക്കെ നമ്മൾ ഈ മ്യൂസിയത്തിലേക്ക് കയറി വരുമ്പോഴുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു റഷ്യൻ നിർമ്മിത മിസൈലായിരുന്നു. ഏകദേശം 40 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. കയറി വരുമ്പോൾ തന്നെ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ റിഫ്രഷ്മെൻറ്റിന് വേണ്ടി ചെറിയൊരു കഫറ്റേരിയ ഉണ്ട്. ഈ കാണുന്ന മുതലുണ്ടോ, ഇതൊരു റഡാർ ആൻറ്റിനയാണ്. MR104 ഫയർ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ ഒരു ആൻറ്റിന. അതേപോലെ AK230 ഗണ്ണുമായിട്ട് ഇത് മൗണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിൻ്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 14 NM ആണ്. അതായത് ശത്രുക്കളെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനും അവരുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഫയറിംഗ് റേഞ്ചും ഈ ഒരു ആൻറ്റിനയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഷിപ്പിൽ ഒരു സൈലൻസറൊക്കെ വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു. ഇതിൻ്റെ പുറകെ കാണുന്ന ബാരൽ ഏകദേശം 1904 സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കിടിലൻ ബാരലാണ് കാണുന്നത്. അതായത് 1904 UK നിന്നും വാങ്ങിച്ച ഒരു ബാരലാണ് ഈ കാണുന്നത്. INS ദ്രോണാചാര്യയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ വേൾഡ് വാർ ഫസ്റ്റും വേൾഡ് വാർ സെക്കൻഡിനും ഇത് ഉപയോഗിച്ചിരുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ കാണുന്ന ഒരു ഐറ്റം നമുക്ക് ഷിപ്പിലൊക്കെ കാണാൻ പറ്റും. അതായത് വാർഷിപ്പിൽ എന്താ പറയുക, മൈൻ സ്വീപ്പേഴ്സ് ഷിപ്സിലായിരിക്കും കൂടുതലും കാണാൻ പറ്റുന്നത്. ഇതൊരു 2M 3M ഗണ്ണാണ്, ആൻറ്റി ക്രാഫ്റ്റ് ഗണ്ണാണ്. എന്താ പറയുക, ഇതിൻ്റെ റേഞ്ച് ഏകദേശം ഒരു 3.7 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ഏകദേശം ഒരു മിനിറ്റിൽ 450 ഷോട്ട്സ് അടിക്കാനുള്ള കഴിവ് ഈ കാണുന്ന മെഷീന് ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയോ, പൊളിയല്ലേ. ഈ ഭാഗത്ത് ഒരുപാട് മെഷീൻസ് അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഈ പറയുന്ന വാർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഷിപ്സിൽ ഉപയോഗിച്ചിരുന്ന മെഷീൻസാണ് ഇവിടെ കൂടുതലും വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഐറ്റം ഒരു റോക്കറ്റ് ലോഞ്ചറാണ് കേട്ടോ. ഒരു സായിപ്പിൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് കാണാൻ. നമുക്ക് ഈ പറയുന്ന മിസൈൽസും ഗണ്ണ് മാത്രമല്ല, നല്ല കിടിലൻ ഹെലികോപ്റ്റേഴ്സും ഷിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്ത അടിപൊളി ഹെലികോപ്റ്ററാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതൊരു 1.5 മുതൽ തന്നെയാണ് കാഴ്ചയിൽ. കാര്യം ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് അറിയണമെന്നില്ല. ഇത് നേരിട്ട് ഒന്ന് കാണുമ്പോൾ അറിയാം പണ്ടുള്ള ഹെലികോപ്റ്റേഴ്സിൻ്റെ നീളം. ഒരു രക്ഷയിലോട്ടോ, ഭയങ്കര വലിപ്പമുണ്ട്. ഹെലികോപ്റ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷിപ്പും കൂടി അവർ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് ദൊറോത്തിയ വെസൽസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പ്രൊപ്പലറൊക്കെ നോക്കിയേ, ഭയങ്കര ചെറുത്. ദൊറോത്തിയ എന്ന പേര് നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്നതും ഒരു 1.5 മുതൽ തന്നെയാണ്. അതായത് വേൾഡ് വാർ സമയത്ത് ബ്രിട്ടീഷുകാർ പണിത ഒരു ബങ്കറാണ്. ഈ കാണുന്നത് അന്തർവാഹിനിയിലൊക്കെ യൂസ് ചെയ്യുന്ന ടോർപിഡോയാണ് കേട്ടോ. ഇവിടെ മൊത്തം 2 ബ്രിട്ടീഷ് നിർമ്മിത ബങ്കറുകളുണ്ട്. അതായത് ഞാൻ നേരത്തെ കാണിച്ച ബങ്കറിലേക്കല്ല, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ബങ്കറിലേക്കാണ് യാത്ര. ഇത് അതിൻ്റെ അകത്ത് കാണുന്ന കാഴ്ചകളാണ് ബങ്കറിൻ്റെ അകത്ത് കേട്ടോ. കൂടുതലും ചരിത്ര പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബങ്കറിൻ്റെ അകത്ത് മ്യൂസിയം പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് കാണിക്കുന്നത്. ഇത് INS ദ്രോണാചാര്യ എന്ന നേവൽ ബേസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇവിടെ നേവൽ ഓഫീസേഴ്സിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ ഹിസ്റ്ററി, അച്ചീവ്മെൻറ്റ്സും അതുപോലെ തന്നെ എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
പഴയ വാർഷിപ്പ് മുതൽ മോഡേൺ ഷിപ്പിൻ്റെ മോഡൽ വരെ അവരിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എയർക്രാഫ്റ്റ്സിൻ്റെയും അവർ അന്ന് യൂസ് ചെയ്ത വെപ്പൺസിൻ്റെയൊക്കെ എല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ചെറിയൊരു വെർച്വൽ റൂമാണ് കേട്ടോ. ഒരു ചെറിയൊരു മിനി തിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഭാഗത്ത് കുറേ നേവി ഓഫീസേഴ്സിന്റെ യൂണിഫോമിന്റെ ഡിസ്പ്ലേസ് നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഇവര് നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും അതിന്റെ ഡിസ്ക്രിപ്ഷനും നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. വേൾഡ് വാർ സമയത്ത് യൂസ് ചെയ്ത വെപ്പൺസുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് കുറേ നേവി ഓഫീസേഴ്സിന്റെ ബാഡ്ജുകളൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ ഭാഗത്ത് അന്നത്തെ കാലത്ത് യൂസ് ചെയ്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിസ്റ്റലുകൾ നമുക്ക് കാണാൻ പറ്റും. എന്താണ് 38 റിവോൾവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. കുറേ പേര് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ ഈ കാണുന്ന പിസ്റ്റലുകളൊക്കെ. അങ്ങനെ ഈ ചൂടത്ത് ദാഹിച്ചു വലഞ്ഞു, ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്തുള്ള ആ ഒരു റിഫ്രഷ്മെന്റ് സെന്ററിലേക്ക് വന്നു. ഒരു നാരങ്ങ വെള്ളം പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്തൊരു ബങ്കറും കൂടി കയറാനുണ്ട്. അപ്പോൾ നമുക്കിനി ആ കാണുന്നതാണ് ബങ്കർ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇത് അടുത്ത ബങ്കറിലേക്കുള്ള എൻട്രി ആണ്. എല്ലാം എയർ കണ്ടീഷൻ ചെയ്ത ബങ്കറുകളാണ്. ഈ കാണുന്നത് പഴയ നാവിഗേഷൻ സിസ്റ്റമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആക്സലറേഷൻ പാർട്ടും നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ആ ബങ്കറിൻ്റെ ഉള്ളിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ 2ാം ലോക മഹായുദ്ധ കാലത്ത് ഉണ്ടാക്കിയ ബങ്കർ, അതിൻ്റെ ഉള്ളിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ ബങ്കറിൻ്റെ അകത്ത് 2-3 ആൾക്കാരുടെ സ്പെഷ്യൽ എന്താ പറയുക സ്റ്റാച്ചുകൾ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് ആർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു 3 സ്പെഷ്യൽ ക്യാരറ്റുകൾ. നേരെ കാണുന്നത് വാസ്കോഡി ഗാമയുടെ പ്രതിമയാണ്. തൊട്ടടുത്ത് കാണുന്നത് ഗുജറാത്തി പൈലറ്റ് എന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് കുഞ്ഞാലി മരക്കാരൻ്റെ പ്രതിമ. മെയിനായിട്ട് കാണാനുള്ളത് എന്തായാലും വന്ന് എക്സ്പ്ലോർ ചെയ്യുക. അടിപൊളി സ്ഥലമാണ്, വർത്താണ് നമുക്ക് കേട്ടോ.
അപ്പോൾ നല്ലൊരു എപ്പിസോഡുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. അൺടിൽ ബൈ ബൈ.